ഭയങ്കര താല്പര്യം അഭിനയിക്കാൻ. അയ്യോ, ഞാൻ കൊച്ചിലെ പോലെ ഞാൻ റിഹേഴ്സലിൽ പോകുമ്പോഴേ ഇവളെ കൊണ്ടുപോകും. അപ്പോൾ അവിടെ ഇരുന്ന് ഇങ്ങനെ നാടകങ്ങളൊക്കെ കണ്ട് പണ്ട് സംസ്കൃത ഡയലോഗ് കാണാതെ പറയുമായിരുന്നു ഇവള്. പിന്നെ ഇപ്പോഴും അഭിനയിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ട, അഭിനയിക്കാൻ. ഞാൻ പറഞ്ഞ പഠിത്തമൊക്കെ കഴിയിട്ട് അങ്ങനെ പറയണത് മോശമാണ്, പഠിത്തം കഴിച്ചിട്ട് എന്താവാൻ, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ കാര്യം ഇപ്പോൾ നമ്മൾക്കിപ്പം ബേസിക് ആയിട്ടുള്ള നോളജ് എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ചല്ല. ഞാൻ അവിടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയതുകൊണ്ട് കാവലസ്ഥാനോട് നിന്നുകൊണ്ട് ഈ കണ്ടും കേട്ട് ലോകപരിചയമൊക്കെ ആയതുകൊണ്ടുള്ള കുറച്ച് അറിവ് എനിക്ക് കിട്ടിയതുകൊണ്ട് എനിക്ക് ജീവിക്കാനുള്ളൊരു അത് കിട്ടിയതുകൊണ്ട് ഒരു കഥാപാത്രം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ. ഇപ്പം ഇല്ലായ്മയും അവന് വയ്യാതെ വല്ലായ്മയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇതിലൂടെയാണ്. ഈ കുട്ടികൾ ഇനിയിപ്പോൾ ആരും 20 വർഷമൊന്നും പോയിട്ട് നാടകത്തിൽ പരിചയപ്പെടാനൊന്നും പോകണില്ല. അപ്പോൾ വിദ്യാഭ്യാസത്തിലൂടെയും വായനയിലൂടെയും കിട്ടുന്ന അറിവ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൽ നിൽക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പഠിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കണ്ണൻ ചേട്ടനുമായിട്ടുള്ള ഒരു ബന്ധത്തിലാണ് ഇതിലേക്ക് എത്തിപ്പെടുന്നത് അല്ലേ? കണ്ണൻ്റെ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പറയണത്. അത് ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോപാനത്തിലെ മോഹിനിയാട്ടം ചെയ്യുന്ന ഒരു ഗോപി വർമ്മ അറിയാമല്ലോ, നമ്മുടെ കവടി. അപ്പോൾ അവരാണ് ഇവിടെ എന്നെ എത്തിച്ചത്. അപ്പോൾ എന്നോട് ചോദിച്ചു ഇങ്ങനെ നിന്നാൽ മതിയോ, എന്തെങ്കിലുമൊക്കെ പുറത്ത് ചെയ്യണ്ടേ വർക്ക്. ഞാൻ പറയാൻ നമുക്കങ്ങനെ പരിചയം, നമ്മൾ ഇതിൻ്റെ അകത്ത് കിടക്കുകയല്ലേ. അപ്പോഴൊരു കാര്യം ചെയ്ത് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തുന്നു പറഞ്ഞാൽ ഏഷ്യാനിലെ ഷായിച്ചേട്ടൻ ക്യാമറ ഷായിച്ചേട്ടനെ, പിന്നെ ഷായിച്ചേട്ടനെ ശിവകുമാർജി പരിചയപ്പെടുത്തുന്നു. ശിവകുമാർജിക്ക് കവടിയാറിലുള്ളൊരു സിനിമയൊക്കെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളും നിരൂപണം ചെയ്യുന്ന ഒരാളുമാണ് ശിവകുമാർജി. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഷോർട്ട് ഫിലിം കൂട്ടിലേക്ക് അദ്ദേഹത്തിന് ഒരു 8 അവാർഡ് വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹമാണ് എന്നെ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ നാച്ചുറലായിട്ട് ഇപ്പം ചെയ്യണമെന്ന് പറഞ്ഞ സംഭവം. അങ്ങനെ പുള്ളി ആദ്യം ഒരു ഡയലോഗ് വന്നിട്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ നാടകക്കാരനാണല്ലോ. അപ്പോൾ പുള്ളി പറഞ്ഞു 2 മാർക്ക് തരാം, പിന്നെ ഒരു കാര്യം കൂടെ ചെയ്യണം, ഇനി ചാൻസ് ചോദിച്ചു ആരുടെ പോകരുത്, കാരണം വേറെ ആൾക്കോ കിട്ടാനുള്ള ചാൻസ് ബിജു തട്ടിച്ചെടുത്തിട്ട് ബിജു കുളമാക്കും, അതുകൊണ്ട് അവരെങ്ങനെ രക്ഷപ്പെട്ടു. പുള്ളി അതാ പറഞ്ഞത്, സത്യം. അവർ 2 മാർക്ക് ഞാൻ തരാം, അല്ലാതെ ഇത് ബിജുവിന്, കാരണം നാടകത്തിൻ്റെ അകത്തായി പോയി, ബിജു തിരിയുന്നത് പോലും കണ്ടിങ്ങനെയാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ബിജു? അപ്പം പിന്നെ അത്രയും ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പം എനിക്കാകെ വിഷമായി പോയി. ഞാൻ എത്ര പരിചയപ്പെട്ടാൽ പെട്ടെന്നൊക്കെ മുഖത്ത് നോക്കി കൊള്ളൂലെന്ന് പറയുമ്പോൾ നമുക്ക് ദേഷ്യം വരില്ല, സങ്കടം വരും. അവസരം നോക്കാന്ന് പറഞ്ഞ് പുള്ളി ഇങ്ങനെ MDയുടെ തിരക്കഥയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ നെട്ട ആശ്രമത്തിൽ വെച്ചാൽ. അവിടെ സ്വാമിമാരും ഇങ്ങനെ ഇരിക്കും. അപ്പോൾ എന്നിട്ട് കളിയാക്കും, ഇങ്ങനെ ഞാൻ അഭിനയിക്കും, അങ്ങനെ ചെയ്ത് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ അതിലൂടെയാണ് ഒരാൾ എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. കണ്ണൻ സുരേഷ് ബാബു, പുള്ളിക്ക് എന്നോട് വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാവാലത്തിൻ്റെ അവിടുത്തെ ആയതുകൊണ്ടാണ്, ആ നാടകത്തിൻ്റെ വന്നാണ്. അപ്പോൾ അന്ന് മുതൽ പുള്ളിയായിട്ട് കമ്പനിയായി. പിന്നെ എപ്പോഴൊക്കെ ആ സമയത്ത് നമുക്ക് ഇങ്ങനെ അഭിനയിക്കാൻ മോഹം ഇതിലോട്ടൊക്കെ മറിമായം സിറ്റ്കോ. അപ്പം ഞാൻ കണ്ടെടുത്ത് പറഞ്ഞാൽ എങ്ങനെ എനിക്ക് പരിചയപ്പെടുത്തി തരുമോ സാറിന്, അങ്ങനെ സാറിനെ പരിചയപ്പെട്ടു. അങ്ങനെ ബാക്ക് ബെഞ്ചേഴ്സ് ഇവിടെ വരെ എത്തി. അവരെ കണ്ണൻ്റെ റൂട്ട് അതായിരുന്നു. പിന്നെ കണ്ണൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന കഥകൾ കണ്ണനും പരിചിതമാണ്. സാഹചര്യങ്ങളും ട്രിവാൻഡ്രത്തിൻ്റെ ഒരു ആയതുകൊണ്ടും മറ്റേല്ല, അങ്ങനെ ഒരു ബന്ധം കൂടെ ലൈഫിലെ നമ്മുടെ ഈ പറഞ്ഞ പോലെ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന എക്സ്പീരിയൻസ് ഒക്കെയാണ് നമ്മൾ എന്താക്കി മാറ്റുന്നു എന്നുള്ളത്. ആ കാലഘട്ടമൊക്കെ എങ്ങനെയായിരുന്നു ചേട്ടൻ്റെ ആ ഒരു അടിപൊളി സമയം? അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞില്ലേ, ഈ പ്രത്യേകിച്ച് നാടകങ്ങൾ കാണുക. തൊഴുവൻകുടി അമ്പലത്തിൻ്റെ അടുത്തായിരുന്നു വീട്. വട്ടിയൂർക്കാവല്ല. അപ്പോൾ അമ്പലങ്ങൾ ഇത് ഉത്സവം കഴിയുമ്പോൾ വിഷമമാണ്, കാരണം തീർന്നല്ലോ എന്നുള്ളതിൽ. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് നാടകം കാണാൻ പോകുമ്പോൾ അതിനേക്കാൾ അവരെ പരിചയപ്പെടുക എന്നുള്ളതാണ്. നാടകം കഴിയുമ്പോൾ തന്നെ അവരെ മേക്കപ്പ് റൂമിൽ നോക്കുക, അവരെന്ത് ചെയ്യണമെന്ന് അറിയുക, അവരൊരു തല്ലുപാടൽ. ചിലപ്പോൾ ഈ നമ്മളിങ്ങനെ വിളിക്കും, അവനെന്താ പേര്, നമ്മൾക്ക് തോളിൽ കൈയിടുമ്പോഴേക്കും ആർട്ടിസ്റ്റ് നമ്മളെ കൈയിട്ടല്ലോ എന്നുള്ള. അപ്പം വലിയ ആർട്ടിസ്റ്റുമായിട്ട് നല്ല പരിചയമൊക്കെ ആയിരുന്നു പണ്ട്. പിന്നെ ഞാൻ ഇപ്പോഴും അങ്ങനെ നാടകം കാണുമ്പോൾ ഞാൻ പതുക്കെ കയറിപ്പോയി അവരൊക്കെ മീറ്റ് ചെയ്ത്. ഈ ഒരു മേഖലയിൽ നിൽക്കുന്നതിന് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് അത് തന്നെയാണല്ലോ, ഒരുപാട് വലിയ ആൾക്കാരുമായിട്ട് മീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം. ഈ കാണുന്ന ആൾക്കാരിൽ നിന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ എടുത്തു വെക്കാറുണ്ടോ ഇന്ന കാര്യങ്ങളൊക്കെ? ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഒബ്സർവേഷൻ ആണ് ഒരു ആക്ടറിന്റെ ഏറ്റവും വലിയൊരു കാര്യം. അങ്ങനെ ഡീപ്പായിട്ട് ഇങ്ങനെ നോക്കൂല, പക്ഷെ നമുക്കത് അറിയാതെ തന്നെ വരും, ചിലയുടെ രീതികളൊക്കെ വരും. ഇടയ്ക്ക് ഈ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് എന്താ, അതിന് വേറെ ഏത് ഇൻ്റർവ്യൂ ഞാൻ പറഞ്ഞു തോന്നുന്നത്, നിങ്ങളെന്തോ തമാശ ആണോ ചെയ്യുന്നത് ഇപ്പോൾ? അത് പറഞ്ഞ് തമാശ ഇല്ല, അത് പറഞ്ഞിട്ട് നിങ്ങൾ തമാശ എന്തോ ആണ്, ഒന്ന് കാണിച്ചേ
എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, അല്ല സാറേ ഞാനിങ്ങനെ ഇപ്പം തമാശ കാണിക്കുന്നത്. അല്ല പുള്ളി അല്ല തമാശ എന്നൊക്കെ. അപ്പം എനിക്കിങ്ങനെ അതുവരെ എനിക്ക് ദേഷ്യം വന്നില്ല. ഞാനിങ്ങനെ പിന്നെ ആലോചിച്ചപ്പോൾ അങ്ങനെ എന്നെക്കാൾ പ്രായമുള്ള ആളാണ്. അങ്ങനെ പ്രായം ഉണ്ടോ കൊണ്ട് പോകാൻ വയ്ക്കണമെന്നില്ലല്ലോ അല്ലേ? അതെ അതെ അതെ. നമ്മൾ സാർ എന്ത് ചെയ്യണേ? ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സ്. അവനൊരു കാര്യം സാറ് കുറച്ച് കണക്ക് എഴുതി കൂട്ടി, ഞാൻ കാണണ്ടെന്ന് പറഞ്ഞു. അല്ലേ ചുമ്മാ എനിക്ക് കുറെ കണക്ക് എഴുതി കൂട്ട് അല്ലേ? അപ്പൊ സാറിന്റെ ജോലിക്ക് സാറിന് ഞാൻ അപ്പൊ അവൻ അങ്ങനെ അപ്പൊ ഇതാണല്ലേ പറഞ്ഞത് തമാശ. അങ്ങനത്തെ കുറെ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത്രയും വർഷമായിട്ട് വർക്ക് ചെയ്യല്ലേ, നമ്മൾ ആദ്യത്തെ ഒരു കുറച്ച് കാലമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഫോർമൽ ആയിട്ടൊക്കെ സംസാരിക്കും. ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ റിയൽ സ്വഭാവമൊക്കെ പുറത്തു അടി ഉണ്ടാക്കാറുണ്ടോ? അടി ഏറ്റവും കൂടുതൽ അടി ഉണ്ടാവണം എന്ത് വിഷയത്തില? അത് എല്ലാവരുടെയും അടീനെ പറ്റി കേൾക്കുന്ന അല്ല ഈ ഡയലോഗ് ഒക്കെ പറയുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലത്. അതെന്താ പറയാ ശരിയാവത്തെ? അങ്ങനെയൊക്കെ എനിക്ക് മണിക്കൂറുകളെ ഷൂട്ട് നിർത്തി വെച്ചിട്ടുണ്ട്. ഈ വർക്കിന്റെ പരമായിട്ട് തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. അതോ നിങ്ങൾ അങ്ങോട്ട് അത് ട്രിവാൻഡ്രം മറ്റേ അങ്ങ് പിടിക്കും, ട്രിവാൻഡ്രം പിടിക്കും, സെക്രട്ടേറിയറ്റ് പിടിക്കും, ഞാൻ അവിടെ വെണ്ടുരുത്തി പാലം പിടിക്കും. അങ്ങനെ വഴക്കുണ്ടായിട്ടുണ്ട്. പിന്നെ ഒരിക്കൽ ഇതുപോലെ എന്താ പറയുക, ഇടയ്ക്കൊരു രസമായ സംഭവം ഉണ്ടായി. അത് ഏതോ ഒരു യൂട്യൂബിൽ വന്ന ഇതാണ്. നിഷ സാരംഗ് ബിജു സോപാൻ നിഷ സാരംഗിനെ വഞ്ചിച്ചു. അപ്പോൾ ഇതെടുത്ത് നോക്കിയത് വീട്ടിലൊക്കെ കണ്ടത് എടുത്ത് നോക്കി. സംഭവം എന്തറിയാമോ, ഈ നിഷ ഈ ഡ്രൈ ഫ്രൂട്ട്സ് കൊണ്ടുവരും, ഞാനും ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരും. അപ്പോൾ നിഷ കൊണ്ടുവന്ന കുറച്ച് വലിയ ടിന്നാണ്. ഞാനത് ഈ ചെറിയ ബ്രേക്ക് സമയത്തൊക്കെ ഒരു സിനിമ എടുത്തിട്ട് പിള്ളേർക്കെല്ലാം കൊടുക്കും. അപ്പോൾ പിള്ളേർ തിന്നുമ്പോൾ പുള്ളിക്കാരൻ വിചാരിക്കണമെന്ന് വെച്ചാൽ ഞാൻ കൊണ്ടുവന്നതാണ്. അങ്ങനെ പിള്ളേർ എൻ്റെ അതൊന്നും കാണൂല. ഞാൻ ഇത് ഒറ്റയ്ക്ക് കഴിയുകയും ചെയ്യും. ഇത് തമാശയ്ക്ക് പറയാണ്, ഇങ്ങനെ എന്നെ ഭയങ്കര കള്ളനാണ് വഞ്ചകണ്ണ. അത് എടുത്ത് ഒരുപാട് ഇങ്ങനെ ഈ ടൈറ്റിലുകൾ ഭയങ്കര ഒരു പ്രശ്നമാണല്ലോ. അങ്ങനത്തെ പല ടൈറ്റിലുകളും വന്നിട്ടുണ്ടാവില്ലേ? വന്നിട്ടുണ്ട്. താരം ദമ്പതികൾ വിവാഹിതരായി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫോട്ടോ. അപ്പോൾ പക്ഷെ വന്നത് കണ്ണനും വർഷയും കൂടെ നമ്മുടെ സുരേഷ് നമ്മുടെ വന്നിട്ടുണ്ട്. ഈ ഒരു എന്താ പറയാ, അതൊക്കെ രസമുള്ള സംഭവമാണ് കേട്ടോ. വേറെ പക്ഷേ ഈ ഒരു സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ഇത്രയും ഒരു അക്സെപ്റ്റൻസ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ഒരു ഓഡിയൻസ് സാധാരണ TV പ്രേക്ഷകരല്ല, ടിവിയുടെ സീരിയൽ കാണുന്ന ആൾക്കാരെ അല്ല ഉപ്പുമുളകിന്റെ പ്രേക്ഷകരെന്ന് പറയുന്നത്. അതൊരു വേറെ നമ്മുടെ ഒരു സോഷ്യൽ മീഡിയയുടെ ആൾക്കാരാണ്. സോഷ്യൽ മീഡിയയിലാണ് ഏറ്റവും കൂടുതൽ ഇത് പോപ്പുലർ ആയിരിക്കുന്നത് അല്ലേ? അപ്പൊ അത് എപ്പോഴെങ്കിലും ഫോളോ ചെയ്യാറുണ്ടോ നിങ്ങൾ? ഈ സ്ക്രിപ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രേക്ഷകർക്ക് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള സാധനങ്ങൾ വേണം എന്നുള്ള കാര്യം ഉണ്ടല്ലോ. അവരുടെ ടേസ്റ്റ് ഒക്കെ നമുക്ക് എന്താണെന്ന് കറക്റ്റ് അറിയാം. പിന്നെ ഒരു കാര്യമല്ലേ, ഈ ഇപ്പൊ ആരാണ് സെലിബ്രിറ്റി അല്ലാത്ത? ഞാൻ ചോദിക്കട്ടെ, എല്ലാവരും അല്ലേ വീട്ടിലെ ഒരു 5 പേരുണ്ടെങ്കിൽ 2 പേരെ സെലിബ്രിറ്റി. കാരണം അവർ മൊബൈൽ എടുത്ത് വയ്ക്കുന്നു, അവർ റീൽസ് ചെയ്യുന്നു. പണ്ട് മൊബൈലിൽ TV കാണാൻ കഴിയാത്ത സംഭവങ്ങൾ സ്വയം ക്രിയേറ്റ് ചെയ്ത് അവർ സ്റ്റാർ ആകുന്നു. പണ്ട് ആരെങ്കിലും എന്നെക്കാൾ ഉദ്ഘാടനം ഒരാൾ പൈസ വാങ്ങലുണ്ട് ഇതിൽ റീൽസ് ചെയ്തിട്ട് ഒരാൾ. തീർച്ചയായിട്ടും ഈ സോഷ്യൽ മീഡിയ എന്നെക്കാൾ മീൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും വർഷം നിന്ന് അതിനേക്കാൾ പോപ്പുലാരിറ്റി ഉള്ള ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉള്ള നമുക്ക് പണ്ടത്തെ കാലത്ത് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് കഴിവുണ്ടായിട്ട് കാര്യമില്ല, വേറെ ആരെങ്കിലും ഒക്കെ കനിഞ്ഞാൽ മാത്രമേ നമുക്കൊരു അവസരം കിട്ടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആവാൻ പറ്റും. ഇപ്പൊ കയ്യിൽ ടാലന്റ് ഉണ്ടോ അവർക്ക് തന്നെ അത് മാർക്കറ്റ് ചെയ്യാൻ. ഞാൻ പോയിട്ടെ ഇപ്പൊ എത്ര വീട്ടമ്മമാര് അല്ലെങ്കിൽ വീട്ടിലെ ആൾക്കാർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഓരോ സംഭവങ്ങൾ ചെയ്യണമ്പോൾ നാച്ചുറലായിട്ട് ചെയ്തിട്ട് പോകല്ലോ അവര് അല്ലേ? തീർച്ചയായിട്ടും. ആ കാര്യത്തിൽ ഇപ്പൊ എനിക്കതിന് പിന്നെ ആരാധിക്കുക എന്നുള്ളതാണ്. എല്ലാവരും പരസ്പരമായി ഞാനും സെലിബ്രിറ്റിയാണ്. എല്ലാവരും അതിൻ്റെ പുതുമ അങ്ങ് പോയി. ഈ പണ്ട് പറയില്ല ഇരുട്ടത്ത് മറ്റേ വെട്ടത്ത് ഷൂട്ട് ചെയ്ത് ഇരുട്ടത്ത് കാണിക്കുന്ന സംഭവമാണ്, പിന്നെ പുറത്ത് കാണിക്കില്ല, എവിടെയെങ്കിലും ഒരു ഷെഡിനകത്ത് അതിനെ പറ്റിയുള്ള ഒരു കാര്യം ആ കൗതുകം. ഇപ്പൊ എനിക്ക് തോന്നുന്നു ആ കൗതുകം ഒരു സ്റ്റാർഡം എന്നുള്ളത് കൗതുകം തോന്നണമെങ്കിൽ ഭയങ്കര ഭാഗ്യമാണ് അല്ലേ? അത് ശരിയാ. ഇപ്പോഴും കൗതുകം ഒരാൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ഭാഗ്യം. തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റാർഡം എന്ന് പറയുന്നത് ഒരു ഭയങ്കര സംഭവം തന്നെയാണ്. കാരണം ഇപ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞ സെലിബ്രിറ്റീസ് ഒരുപാടുണ്ട്. പക്ഷെ അതിനിടയിലും നല്ലൊരു നടൻ എന്നല്ലെങ്കിൽ നല്ലൊരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ആ ഒരു അവനവൻ്റെ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് വലിയ പാടാണ്. എങ്ങനെ തോന്നുന്നു ഈ ഒരു, അതായത് ഭയങ്കര ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ള പോലെ ഫീൽ ചെയ്യാറുണ്ടോ? ഒരുപാട് പേരില്ലേ, അപ്പം അതിൽ ഒരാളെ തന്നെ അങ്ങനെ തിരഞ്ഞെടുക്കുക. ഒരാളെ മീൻസ് അങ്ങനെയല്ല, ഒരുപാട് പേരിൽ ഈ കാറ്റഗറീസ് ഉണ്ടല്ലോ. ഇങ്ങനെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നവർ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും പോലും
കുറച്ചുകൂടെ നോട്ടബിൾ ആയിട്ടുള്ള ആൾക്കാർ. ഈ ഉപ്പുമുളക് ഇങ്ങനെ നമ്മൾ ഇത്രയും വർഷമായിട്ട് കാണുകയാണ്, ഇതിനകത്ത് പറയാൻ പറ്റുന്ന, അതായത് ഒരു അച്ഛനും അമ്മയും ഇത്രയും മക്കളുള്ളൊരു വീട്ടിൽ പറയാൻ പറ്റുന്നതായിട്ടുള്ള ഒരുവിധപ്പെട്ട വിഷയങ്ങളൊക്കെ എടുത്തിട്ട് അലക്കി കഴിഞ്ഞു. ഇത് എങ്ങനെ വിഷയം ഉണ്ടാക്കുന്നു, അതൊരു വലിയൊരു സംശയമാണ് കേട്ടോ. അതാണ് മനുഷ്യരാ, നമുക്ക് ഓരോ വിഷയങ്ങൾ ഓരോ ദിവസം വരും. ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ കണ്ടില്ല, ഓരോ വിഷയങ്ങൾ വരും, ഓരോ ദിവസവും ഓരോ വിഷയങ്ങൾ വരും. അത് നമുക്ക് അതിന് വിഷയ ദാരിദ്ര്യം ഇല്ല, വരും. ഇപ്പം പുതിയ പുതിയ ആർട്ടിസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് ഒത്തിരി പുതിയ ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പം അതിനനുസരിച്ച് തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് ഈ കുടുംബത്തിലേക്ക് വേറെ ആൾക്കാർ വരുന്നതിനോട് ഭയങ്കര പ്രശ്നമാണ്. അത് എങ്ങനെ മാനേജ് ചെയ്യണം? വന്നാൽ അതനുസരിച്ച് നിന്നോണം. ഓവർഡു ചെയ്ത് കഴിഞ്ഞാൽ അപ്പം വിളിച്ചിട്ട് വിളിക്കും. കാരണം സിറ്റ്കോമില് നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റം നമ്മുടെ സാധാരണ സീരീസ് ഒന്നും ഡിഫറെന്റ് ആണ്. അപ്പം ബാക്കി ആർട്ടിസ്റ്റുകൾ വരുന്ന സമയത്ത് ഈ ഒരു ട്രാക്കിലേക്ക് എത്തിപ്പെടുക അക്സെപ്റ്റ് ചെയ്യില്ല. എത്ര വലിയ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, അവരവിടെ എത്ര സ്റ്റാർ ആയിരുന്നാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ വലിയ പാടാ. അത് എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ വരുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്? പറഞ്ഞു കൊടുക്കും. അവർ തന്നെ പറയും, ഇങ്ങനെ കുറച്ച് പാടാണല്ലേ, നമ്മുടെ ഇങ്ങനെ ചെയ്യാനുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ആ അളവിൽ തന്നെ പോവും. നമുക്കറിയാമല്ലോ, പെട്ടെന്നങ്ങ് സിങ്ക് ആവില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പോവും. ഇപ്പം ഒരു എന്താ പറയാ, സീസൺ 1 നിന്നും സീസൺ 2 വന്നപ്പോൾ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. കുട്ടികളുടെ മാറ്റം തന്നെ ഒരുപാട് കഥകൾ മാറി. എങ്ങനെയാണ് ആ ഒരു മാറ്റം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്? അതായത് പ്രേക്ഷകനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ എത്തിക്കണമല്ലോ അത്. അല്ല, ഇപ്പം ഞാൻ പറയും, ഈ മാറ്റം ഒന്നാമത്തെ കാര്യം, ഈ ഇപ്പം കേശുവിനെ വെച്ച് കുട്ടികളെ കളിക്കാൻ പറ്റില്ല, ശിവാനി കുട്ടികളെ കളിക്കാൻ പറ്റില്ല, പിന്നെ പാറക്കുട്ടി. അപ്പം ഇപ്പോഴത്തെ നില അനുസരിച്ച് എന്തൊക്കെ ഒരു, ഇപ്പം കേശുവിൻ്റെ യുവാവാണല്ലോ, യുവാവിനുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ. അവന് ലൈനായി, വേറെ ആയി, ഞാൻ കുറച്ചുകൂടെ കിളവനായി എന്നാണ് പറയണത് ഇപ്പോൾ അവര്. മര്യാദയ്ക്ക് കിളവനായില്ല, മര്യാദയ്ക്ക് വീട്ടിൽ അടങ്ങി ഒതുങ്ങി കിടന്നൂടെ, വീടിൻ്റെ പുറത്ത് എന്നാണ് ഭാര്യയും മക്കളൊക്കെ പറയുന്നത് തന്നെ. അപ്പോൾ അത് അങ്ങനെ, അപ്പോൾ ആ ലെവലുള്ള കഥകളായി. പിന്നെ അതിൽ തന്നെ രസിക്കാനുണ്ടല്ലോ, രസം എല്ലാ ഏജിലുണ്ടല്ലോ. അപ്പോൾ ആ ഏജ് അതിനനുസരിച്ചിട്ടുള്ള ഒരു മാറ്റവും നമ്മുടെ പ്രേക്ഷകർ അതനുസരിച്ച്, കാരണം കാലത്തിനനുസരിച്ച് മാറ്റം നമ്മളിൽ ഉണ്ടാവുന്ന പോലെ കഥയിലും. ഇപ്പോഴത്തെ പറഞ്ഞാൽ അത് ഞാൻ പറയാനുള്ള വിഷയമാണ്. ഇപ്പോൾ ഒരു വാക്ക് നമുക്ക് പറയാൻ പറ്റുന്നില്ല. നമ്മൾ പറയുന്നത് കഥയ്ക്ക് വേണ്ടിയാണ്, അല്ലാതെ ഒന്നുമല്ല. ഇപ്പം ഞാൻ നീരുവിൻ്റെ അടുത്ത് നിന്നെ അടിച്ച് റെഡി പറയാൻ പാടില്ല. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നെ ഇടിക്കും അങ്ങനെ ചെറുത്തി. സ്ത്രീകൾക്കെതിരെ വാക്ക് പറയാം. ഞാൻ പറയും എന്തോന്ന് വയസ്സായെന്ന് പറയാൻ പാടില്ല. ബോഡി ഷേമിങ് കഴിഞ്ഞാൽ പറഞ്ഞു, എന്നെ കണ്ടു കഴിഞ്ഞാൽ ഗോതമ്പ് മാവ് ചുരുട്ടി എങ്ങനെ ചുവലെറിയുമ്പോൾ എങ്ങനെ ഇരിക്കും, അതുപോലെയാണ് ഞാൻ ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഗോതമ്പ് മാവി മൈദയോ ഗോതമ്പ് ഉരുട്ടി നല്ല ശക്തി ചെവിലെറിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതാണ് ഞാൻ എന്ന് പറയാൻ പറ്റും. നടന്നു വരേണ്ട കണ്ട കുട്ടിയാനാണോ, ഉരുണ്ട് വരെ കുളക്കട്ടയാണോ, എന്താണെന്നുള്ള ഈ അങ്ങനെയൊക്കെ പറയാം. പക്ഷെ അങ്ങനെ പറയണം, പറഞ്ഞാൽ നമുക്ക് ഓടുള്ളൂ സംഭവം. അങ്ങനെ പറയാം. പക്ഷെ തിരിച്ച് പിന്നെ കെട്ടിച്ചയച്ചു എന്ന് പറയാൻ പറ്റും. നമ്മൾ പറയാം, നിന്നെ ഞാൻ കെട്ടിച്ചയച്ചില്ലേ, കെട്ടിച്ചയച്ചു എന്ന് പറയാൻ പാടില്ല. അതെനിക്കറിയില്ല എന്താണെന്ന്. പക്ഷെ പറയാൻ നമ്മളിപ്പം ലൈഫിൽ അല്ലെങ്കിൽ പറഞ്ഞ ഒരാൾ ഹർട്ട് ചെയ്യാൻ പാടില്ല. ഇതൊരു കലയല്ലേ, അപ്പം അതുപോലും ഒരു തരുന്നില്ല. അതുകൊണ്ട് എന്താ പറയുക, ഒന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല. ആ ഒരു ഫ്രീഡം പോയി കഴിയുമ്പോൾ നമ്മൾ സാധാരണ വീട്ടിലൊക്കെ സംസാരിക്കുന്ന ആ ഒരു സാധനങ്ങളൊന്നും നിനക്ക് ഞാൻ ഒരുപാട് ആഹാരങ്ങൾ വാങ്ങിച്ചു തന്നു കേട്ടോ. അച്ഛന് മോളടുത്ത് കണക്ക് പറയുന്നു, അത് പറയാൻ പാടില്ല. പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ ഒരു സംഭവം ഉണ്ട്. അതായത് നമ്മള് വംശീയമായ അധിക്ഷേപം, കളറ്, അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള എന്താ പറയാ ഉപദ്രവം വരുന്ന രീതിയിലുള്ള സാധനങ്ങൾ പറയില്ല, ബേസിക് സാധനങ്ങളൊക്കെ. അല്ല, അതിപ്പോൾ ഞാനൊരു പബ്ലിക്കായിട്ട് ഒരാളുടെ ഒരു ജാതിയോ അല്ലെങ്കിൽ ചെയ്താലും ഓക്കെയാണ്. ഇത് ഞാൻ പറഞ്ഞ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ പറയേണ്ട കാര്യങ്ങൾ പറയാതിരുന്നാൽ ഇത് ഒരു മെസ്സേജ് കൂടെ അല്ലേ. നമ്മൾ ഇതിലൂടെ അവതരിപ്പിക്കുന്നത് പറയാൻ പാടില്ല എന്ന് കാണിക്കുമ്പോൾ പറയണ്ടേ. അതെ, ആ ഒരു പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ. ആരോഗ്യത്തിന് ഹാനി കാണിക്കുമ്പോൾ മറ്റേ വലിച്ചിട്ടില്ല കാണിക്കണേ. വലിക്കാതെ ദൂരെ വെച്ചിട്ട് സിഗരറ്റ് എങ്ങനെ ആരോഗ്യം കാണിക്കും? അപ്പൊ അത് പിക്ചറൈസ് ചെയ്യണ്ടേ, അത് കാണിക്കണ്ടേ, എന്നാലും നമുക്ക് പറയാൻ പറ്റും സിഗരറ്റ് വലിയും കള്ളുകൂടിയും ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് നമ്മൾ ചെയ്ത് കാണിക്കണ്ട. അപ്പോൾ ചെയ്ത് കാണിക്കുന്നത് കലയിലൂടെ അല്ലേ, ഇതിലൂടെ. അപ്പോൾ അതുപോലും പറ്റുന്നില്ല. ചേട്ടന് തോന്നുന്നുണ്ടോ നമ്മൾ ഈ ഫിക്ഷനിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി കാണിക്കുന്ന സിനിമ, സീരിയൽ പോലെയുള്ള സാധനങ്ങൾ നമ്മുടെ ഒരു സമൂഹത്തില് അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് എന്നുള്ള ആൾക്കാരെ ഇൻഫ്ലുവൻസ് ഡയറക്ട്ലി ചെയ്യപ്പെടുന്നു തോന്നുന്നുണ്ടോ? നല്ല കാര്യങ്ങളുണ്ട് അല്ലേ, നല്ല കാര്യങ്ങൾ എന്തുമാത്രം ഉണ്ടല്ലേ. അതൊന്നും ഒരിക്കലും അത് നമുക്കതൊരു പിടിവെള്ളിയാണ്. അങ്ങനെ കാണിച്ചല്ലോ, അതുകൊണ്ട് എനിക്ക് കാണിക്കാം. ചൂണ്ടിക്കാണിച്ചു എന്നാ അവൻ ഒരു പടത്തിൽ ഒരു പാവപ്പെട്ട ഒരു ദരിദ്രനായ ഒരു യുവാവ് പഠിച്ച് പാസ്സായി AS എടുത്തു, അവൻ അമ്മയെ നോക്കിയ രക്ഷകനായി മാറി. അതുപോലെ മാറ്, എങ്കിൽ ഞാൻ അതുപോലെ ആവും. മറ്റേ വെള്ളമടിച്ച് ഓടിക്കട്ടെ, എന്നാ പിന്നെ ഞാൻ വെള്ളമടിച്ച് ഓടിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ സിനിമ കണ്ട്